ഫേസ്ബുക്ക് അല്ല, വാട്സപ്പ് ആക്കണം. ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഉസ്താദവറുകൾ, മറ്റു പണ്ഡിത സുഹൃത്തുക്കൾ, ഹസനിയ പബ്ലിക് സ്കൂൾ ഹെഡ് മാസ്റ്റർ ഷാഹുൽ മാസ്റ്റർ, മറ്റു അധ്യാപകന്മാർ, വിദ്യാർത്ഥികൾ, വളരെ പ്രധാനപ്പെട്ട ഒരു ദിനാചരണത്തിൻ്റെ ഭാഗമായാണ് നാം സംഗമിച്ചിരിക്കുന്നത്. ഏത് സംവിധാനത്തിൻ്റെയും ആണിക്കല്ലെന്ന് പറയുന്നത് ആ സംവിധാനത്തിൻ്റെ ഭരണഘടനയാണ്. മഹത്തായ ഭാരതം വൈജാത്യങ്ങളുടെ സംഗമഭൂമിയാണ്. വൈരുദ്ധ്യങ്ങൾ സഹവർത്തിത്വത്തോടുകൂടെ സംഗമിക്കുന്ന, ലോകത്തിലെ തുല്യതയില്ലാത്ത രാഷ്ട്രമാണ് മഹത്തായ ഭാരതം. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഭാരതത്തെ വേർതിരിക്കുന്നതും വ്യതിരിക്തമാക്കുന്നതും ഈ രാഷ്ട്രത്തിന്റെ ഭരണഘടനയും സംവിധാനങ്ങളുമാണ്. 1949 നവംബർ 26 യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രത്തിന്റെ ഭരണഘടന തീരുമാനിക്കപ്പെടുന്നതും പാസ്സാക്കപ്പെടുന്നതും. 1950 ജനുവരി 26 ഔദ്യോഗികമായി പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഭരണഘടന ഔദ്യോഗികമായി അംഗീകരിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം നടത്തുന്നത്. അവിടെ നിന്നോട്ടാണ് നാം റിപ്പബ്ലിക് ദിനമായി ആചരിച്ചു വരുന്നത്. യഥാർത്ഥത്തിൽ ഇക്കാലം വരെയുള്ള മഹത്തായ ഭാരതത്തിന്റെ സുന്ദരമായ ഗമനത്തിൽ എല്ലാ മേഖലയിലും തികച്ചും വൈരുദ്ധ്യങ്ങളായ ആശയങ്ങളും ആദർശങ്ങളും മതസ്വഭാവങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന മഹത്തായ ഭാരതത്തെ പിടിച്ചു നിർത്തിയതും തുല്യതയില്ലാത്ത വിധം ഇതര രാഷ്ട്രങ്ങൾക്കിടയിൽ ഈ നാടിന്റെ സുഗമമായ ഗമനം മുന്നോട്ട് നടത്തിയതും ഈ ഭരണഘടനയുടെ കൃത്യതയും കണിശതയുമാണ് എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ വളരെ വേദനാജനകമായ ഒരുപാട് സംഭവങ്ങൾ നമുക്കിപ്പോൾ അയവിറക്കാനുണ്ട്. ഭാരതത്തിൽ നടമാടിയ നിരവധി ദുരന്തങ്ങളും മഹത്തായ ഭാരതത്തിന്റെ സംസ്കാരത്തിനും പൈതൃകത്തിന്റെയും മേൽ കരിനിഴൽ വീഴ്ത്തിയുള്ള ഭാരതത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന തീവ്രവാദ പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും ഇക്കാലം വരെയും ബാഹ്യതല സ്പർശിയായി മാത്രമാണ് മുന്നോട്ട് നീങ്ങിയതെങ്കിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഭരണഘടനയ്ക്ക് മേൽ കത്തിവെക്കുന്ന സമീപനങ്ങളിലൂടെയാണ് ഭാരതത്തിന്റെ അകച്ചുരുളുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വരുമ്പോൾ ഭാരതത്തിന്റെ ഭരണഘടന അനുവദിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ മേൽ കത്തിവെക്കുന്ന നിയമങ്ങളും സംവിധാനങ്ങളും ഭരണ സമീപനങ്ങളുമാണ് മഹത്തായ ഭാരതം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വരുമ്പോൾ ഭീതിതമായ ഒരു ഭാവിയാണ് ഭാരതത്തിൽ നമ്മൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഭാരതം ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നീങ്ങുന്നുവോ എന്ന ആശങ്ക ഭാരതത്തിൽ ജീവിക്കുന്നവരുടെ മുന്നിൽ ഇന്ന് തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മേഖലയിലും ചില പക്ഷപാതിത്വ ചിന്താഗതികളും പക്ഷപാതിത്വ സമീപനങ്ങളും പക്ഷപാതിത്വ മനോഭാവങ്ങളും ആധിപത്യം സ്ഥാപിക്കുമ്പോൾ ഈ ഭാരതത്തിന്റെ ജനാധിപത്യ സ്വഭാവവും മതേതരത്വ പൈതൃകവും ഈ ഭാരതത്തിന്റെ സാഹോദര്യവും സഹവർത്തിത്വവും എല്ലാ കാലഘട്ടത്തിലും ഉയർത്തിപ്പിടിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് അതിനെ തന്റെ പേന കൊണ്ടും ചിന്ത കൊണ്ടും ഇടപെടലുകൾ കൊണ്ടും ചെയ്യാൻ കഴിയുന്നത് പരമാവധി ചെയ്യാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനാണ് എന്ന ഒരു പ്രതിജ്ഞാ മനസ്സോടുകൂടെയാണ് വിദ്യാർത്ഥികളായ നാം ഇവിടുന്ന് പിരിയേണ്ടത്. ഈ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ മഹത്തുക്കളെ എടുത്ത് വിലയിരുത്തുമ്പോൾ അവർ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രത്യേകം നിയമിക്കപ്പെട്ടവരായിരുന്നില്ല. പാരതന്ത്ര്യത്തിന്റെ അകച്ചുരുളുകൾ വേദനയോടുകൂടെ വായിച്ചെടുക്കുകയും ഈ രാഷ്ട്രത്തിന്റെ മണ്ണൊരിക്കലും ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുക്കേണ്ടതല്ലെന്നും അതിന്റെ മോചനത്തിന് വേണ്ടി തന്നാൽ കഴിയുന്നത് മുഴുവനും സർവാത്മന ചെയ്യേണ്ടവരാണെന്നുള്ള ഉറച്ച ബോധമാണ് ഈ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യ സമര മുന്നേറ്റങ്ങൾക്ക് ജീവാർപ്പണം നടത്തി ഈ നാടിന്റെ ജവാന്മാരെ മുന്നോട്ടിറക്കിയത് എന്നത് കഴിഞ്ഞകാല സ്വാതന്ത്ര്യ ചരിത്രം നമ്മോട് വിളിച്ചു പറയുന്ന യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളും ഇതൊന്നും അറിയാതെ ജീവിക്കേണ്ടവരല്ല.
ഈ രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് വേണ്ടി, ഈ രാഷ്ട്രത്തിന്റെ സേവനത്തിന് വേണ്ടി, ഈ രാഷ്ട്രത്തിന്റെ പൈതൃക സംരക്ഷണത്തിന് വേണ്ടി ഞാൻ മനസ്സാ വാച കർമ്മണ സമർപ്പിതരാവേണ്ടവരാണ് എന്ന ഉറച്ച ബോധത്തോടുകൂടെ ഫാസിസത്തിനെതിരെ, തീവ്രവാദത്തിനെതിരെ, ഭീകരവാദത്തിനെതിരെ, ഭരണഘടനയെ കീഴ്മേൽ മറിക്കുന്ന അട്ടിമറികൾക്കെതിരെ ഉറച്ച പ്രതിജ്ഞാ മനോഭാവത്തോടുകൂടെ ക്രിയാത്മകമായ സമീപനങ്ങളിലൂടെ ഇടപെടാനുള്ള പ്രതിജ്ഞ പുതുക്കിക്കൊണ്ടാവണം വിദ്യാർത്ഥികൾ ഈ സംഗമത്തിൽ നിന്ന് പിരിയേണ്ടത് എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നാളെയുടെ നല്ല ഭാവിക്ക് വേണ്ടി, ഈ രാഷ്ട്രത്തിന്റെ പൈതൃകം സംരക്ഷിച്ചുകൊണ്ട് സഹവർത്തിത്വം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള നല്ല ശ്രമങ്ങൾക്ക് വേണ്ടി സർവ്വതും ത്യജിക്കാനും ശ്രമിക്കാനും ചിന്തിക്കാനും ഇടപെടാനും സർവ്വലോകനാഥൻ നമുക്ക് സൗഭാഗ്യം നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവ്വവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.